എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഹലോ ശ്വേത ചേച്ചി, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ശരിക്കൂട്ടും എന്നാ ഉണ്ട്? പവറായിട്ട് വന്നേക്കുവാ നമ്മളല്ലേ. എന്തായാലും നമ്മൾ ഇവിടെ ഷോ ആരംഭിക്കാൻ പോവാണ്. ബിഫോർ ദാറ്റ് നമുക്ക് അറിയണ്ടേ നമ്മുടെ നാട്ടുകൂട്ടം ആരാണെന്നുള്ളത്. പ്രസന്റിംഗ് ബിഫോർ യു, കണ്ണൂർ ജില്ലയിൽ നിന്നും കുറച്ച് കുടുംബങ്ങളാണ് വന്നിരിക്കുന്നത്. ഹലോ ഹലോ. അതെ, ഇവിടുന്ന് ഹലോ പറയുമ്പോ അങ്ങ് നിങ്ങളുടെ നാട്ടിൽ വരെ കേൾക്കണം. അതുപോലത്തെ പവർ ആയിരിക്കണം. അടിപൊളി. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശ്വേചേച്ചി, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു സൈഡ് കണ്ണൂര്, ഇപ്പുറത്തെ സൈഡ് നോക്കിക്കേ ട്രിവാൻഡ്രം. ഞങ്ങൾ റോയൽ ട്രിവാൻഡ്രം, അവരും റോയൽ കണ്ണൂർ. കണ്ണൂർ. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം, കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ജില്ലയിൽ നിന്ന് വരുന്നതാണ്. പോയി വിജയൻ. അണ്ണാ, ഈ മുഖ്യമന്ത്രി വന്നിരുന്ന് ഭരിക്കുന്നത് എവിടെയാ? തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിൽ. കണ്ണൂരിൽ നിന്ന് വരുന്നോണ്ടല്ലേ? കണ്ണൂരിൽ വന്നാലും അവിടെയല്ലേ ഇരിക്കുന്നത്, പിന്നെ കണ്ണൂരിൽ നിന്ന് ഭരിക്കാത്തത്? ഏറ്റവും കൂടുതൽ സിനിമ സമ്മാനിച്ചത് നമ്മുടെ തലശ്ശേരിയാണ്, കണ്ണൂർ ജില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഇരിക്കുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരത്താണ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. മറ്റൊരു കാര്യം കൂടി, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് നമ്മളെ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ്. ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ബീച്ച് കോവളം. അതിന്റെ തൊട്ടടുത്താണ് നമ്മൾ പറയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിഴിഞ്ഞം പോർട്ട്. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ പോർട്ട് വിഴിഞ്ഞം പോർട്ട്, അത് ഞങ്ങളുടെ തിരുവനന്തപുരത്ത്. അതായത് മദർഷിപ്പ് വന്നിറങ്ങുന്ന സ്ഥലം. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലക്കാണ്. നമ്മള് വിഴിഞ്ഞം കൊണ്ട് തൃപ്തിപ്പെട്ടു. സ്വന്തമായിട്ട് മ്യൂസിയം, സൂ, പ്ലാനറ്റോറിയം, പിന്നെ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി നമുക്കാണ്. നിങ്ങൾ പറഞ്ഞ് സമ്മതിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ VP സത്യൻ കണ്ണൂർ ജില്ലക്കാരനാണ്. ഞങ്ങള് ഭയങ്കര ആരാധനയാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. പിന്നെ അതുപോലെ ഞങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സഞ്ജു സാംസൺ തിരുവനന്തപുരത്തുകാരൻ. അതും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. പക്ഷെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു സവിശേഷത ഞങ്ങൾക്കുണ്ട്. തെയ്യങ്ങളുടെ നാട് എന്നാ ഞങ്ങളുടെ നാട് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കാര്യം കൂടെ പറയാം. സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ ക്ഷേത്രം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വന്ന് പൊങ്കാലിടുന്നത് ഞങ്ങളുടെ നാട്ടിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന ഒരേ ഒരു വലിയൊരു റെക്കോർഡ് ഈ ട്രിവാൻഡ്രം കണ്ണൂരും എന്റെ കേരളത്തിലാണ്. അതാണ്. അപ്പൊ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന പേര് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. പക്ഷെ ഒരു സെക്കൻഡ്, ഇത് എഴുതിയത് ആരാ ചെയ്ത ചേച്ചി? എന്റെ ഹസ്ബൻഡിന്റെ അപ്പൂപ്പൻ. പേര് പറ ചേച്ചി. വള്ളത്തോൾ നാരായണൻ മെനൻ. ഇപ്പൊ സ്കോർ ചെയ്ത് നിൽക്കുന്ന ശ്വേത ചേച്ചി ആട്ടോ. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി എല്ലാം കറക്റ്റ് പ്ലേസ്ഡ് ആയി. അതായത് ട്രിവാൻഡ്രം വേഴ്സസ് കണ്ണൂർ എന്നുള്ളത് തോപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ലാസ്റ്റ് സ്കോർ ചെയ്ത് നമ്മുടെ കേരളത്തിനെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ശ്വേത ചേച്ചി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. കോമഡി മാസ്റ്റേഴ്സിൽ വല്ലതും നടക്കണമെങ്കിൽ സ്കിറ്റ് വേണം. അതൊക്കെ അത്രേ ഉള്ളൂ. ചിരിയിൽ നമുക്ക് കേരളത്തിൽ ഏത് നാടെന്നൊന്നും ഇല്ല. എല്ലാരും ഒരുപോലെ ചിരിക്കും, എല്ലാരും ഒരുപോലെ കാണുന്ന ഒരു ഷോയും ആണ് കോമഡി മാസ്റ്റേഴ്സ്. എങ്കിൽ നമുക്ക് സ്കിറ്റ് അങ്ങ് ഇറക്കിയാലോ? പിന്നെ ചിരിക്കാൻ റെഡിയാണോ? നല്ലൊരു കൈയ്യടി തരട്ടെ. കണ്ണൂരാരുടെ പവർ ഇനി ത്രൂ ഔട്ട് ഉണ്ടാവണം. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും സ്കിറ്റ് കാണാം. ദാ വരുന്നു. സ്വർണത്തിന് വില കൂടിയില്ലേ? അത് കേട്ടപ്പോ എന്റെ പ്രഷർ കൂടിയേ. എടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഒരു കീരി വിത്തുണ്ടോ? നമ്മുടെ സ്വർണ്ണം ഉണ്ടോ? അങ്ങോട്ട് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? പിന്നെ എന്തിനാണ് നീ വെറുതെ പ്രഷർ അയക്കുന്നത്? ഞാനെങ്കിൽ ചെന്ന് കട നീ അകത്ത്. മേലെ വീട്ടിലെ സിന്ധു ഇല്ലേ, അവളുടെ കയ്യിൽ എന്തോരം സ്വർണ്ണം ഉണ്ടെന്നറിയോ? ഈ സ്വർണത്തിനൊക്കെ വില കൂടിക്കഴിഞ്ഞാ അവൾക്ക് എന്തോരം മുതലാ. സമ്മതിച്ചല്ലോ. 2 ആഴ്ചക്ക് മുമ്പേ ഇവള് ഏറ്റ മുതലാണെന്ന് പറഞ്ഞപ്പം നീ എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു? 2 ദിവസം നിന്റെ മുഖത്തോക്കി അടി, നിന്റെ അടി. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ല അവള് ഏറ്റ മുതലാണെന്ന്. പൈസയുള്ള ആൾക്കാർ പൈസ വാങ്ങിക്കും, അതായത് സ്വർണം വാങ്ങിക്കും, വിൽക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതായത് കള്ളനെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, കോഴിയെ കണ്ടു കഴിഞ്ഞാൽ കുറുക്കം പിടിക്കും, നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാ പ്രാന്ത് പിടിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അതെ, ഇപ്പൊ എനിക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളുടെ അമ്മേനെ ഒറ്റക്ക് നോക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ നിന്റെ അടുത്ത് 100 തവണ പറയുന്നത്. ഞാൻ ഒന്നും കൂടെ കെട്ടാം സമ്മതിക്കുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അമ്മേനെ ഒറ്റക്ക് നോക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്റെ വീട്ടുകാരൻ തീരെ പിടിക്കത്തില്ലല്ലോ. അങ്ങനെ പറയില്ലേടി. നിനക്കറിയാമോ, ഞാൻ നിന്റെ അടുത്ത് ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ.
എന്റെ അമ്മയമ്മയെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ അമ്മയമ്മയാണ്. അമ്മയാണ്. അമ്മയാണ്. വേണ്ട. ചേട്ടാ ചേട്ടാ എന്തെന്ന്? സോറി, എന്തെന്ന്? ഞാൻ തെറ്റിദ്ധരിച്ചതാ. പോട്ടെ. ഒന്നുകൂടെ പറ, കേൾക്കാൻ നല്ല രസമുണ്ട്. എന്റെ അമ്മായിയമ്മയെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ അമ്മായിയമ്മയാണ്. എന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാ അത് നിങ്ങളുടെ അമ്മയല്ലേ? അതെ. ദേ, എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചാലോ, എനിക്ക് ദേഷ്യം വരുന്നത്. അടിപൊളി look. അടിസാക്ഷി. ഹായ്. ശ്ശോ. ആഹാ, ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്ന. നീ ഇപ്പോഴീ റോസാപ്പൂ മാറ്റില്ലേടാ? ഇത് എൻട്രി തന്നെ പൊളിച്ചില്ലടാ. പറ്റിപ്പോയി. മനസ്സിലായാലിനെ? ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. യോ, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് മജീഷ്യൻ മജീദ്. വെറും മജീദല്ല, മാജിക് മജീദ്. ഈ ചേട്ടന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ എടാ, ഈ യൂട്യൂബിലെ നിന്റെ വീഡിയോ വൈറലാണ് കേട്ടാ. ഇവിടുന്ന് ആ. ഞാനത് ചെറിയൊരു ഹണി ട്രാപ്പിൽ പെട്ടായിരുന്നു. അയ്യോ, ആ വീഡിയോ അല്ല, നീ മാജിക് പരിപാടി. അത് സൂപ്പർ. അയ്യോ, അത് മാത്രമല്ല, മെന്റലിസ്റ്റിന്റെ പരിപാടികളുണ്ട്. മെന്റലിസ്റ്റ് എനിക്ക് തോന്നിയത്, എടാ, ഗുളിക കഴിച്ചാൽ മാറ്റാവുന്ന മെന്റലേ നിനക്കൊള്ളൂ. പേടിക്കണ്ട, അതൊക്കെ മാറൂടാ. അതല്ലെന്ന്. മൈൻഡ് റീഡിങ് മൈൻഡ് റീഡിംഗ് ഉണ്ടോ? എല്ലാം പറയണം. അല്ല ചേട്ടാ. മോളുടെ മൈൻഡ് എങ്ങനെയാണെന്നുള്ള ഞാൻ മാജിക്കിൽ കാണിച്ചു തരാം. ഓക്കെ. ചുംബർലക്ക 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 ചുംബർലക്ക. ശ്രദ്ധിച്ചു നോക്കൂ. 22-നും 24-നും ഇടക്കുള്ള ഏതെങ്കിലും ഒരു സംഖ്യ പറയും. 22-നും 24-നും ഇടക്കുള്ള ഏതെങ്കിലും ഒരു സംഖ്യ പറയും. തിങ്ക് ചെയ്യടി, തിങ്ക് ചെയ്. ബർലക്ക ചുംബർലക്ക. ആലോചിച്ചു. ചുംബർലക്ക 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 ചുംബർലക്ക. പറഞ്ഞു. ഞാൻ പറയട്ടെ? പറയട്ടാ. 23 മനസ്സിലാലോചിച്ചത് എങ്ങനെ ചേട്ടാ ഇങ്ങനെ സമ്മതിക്കണോ? സൂപ്പർ സൂപ്പർ. ജന്മത്തിൽ കണ്ടിട്ടില്ല. സത്യം. എനിക്ക് പട്ടായതാണോ നിനക്ക് പറ്റിയത് തന്നെടാ? അല്ല, പോയതാണ്. പക്ഷെ അവള് പറഞ്ഞു തെറ്റില്ല. ഞാനും ആലോചിച്ചു. കറക്റ്റ് 23 കിട്ടിയടാ. ആയിക്കോട്ടെ. പ്ലീസ്. അടുത്ത മാജിക് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണ്. ചിമ്പർലക്ക 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 ചിമ്പർലക്ക. ഇവന്റെ മൈൻഡ് ഞാൻ കണ്ടുപിടിക്കും. മിടുക്കണോ? കുട്ടിക്കാലം പോലെ എന്റെ മൈൻഡ് കടിക്കാൻ പാലനാണ്. ചിമ്പർലക്ക, നീ ഇന്ന് രാത്രി എവിടെയാ പോകുന്നേന്ന് എനിക്കറിയാം. എത്ര മണിക്കാണ്? 11-നും 12 മണിക്ക് ഇറക്ക്. എവിടെയാ പോകുന്ന എനിക്കറിയാം. കൊറേ നാളായിട്ടാ ഇയാളെന്നെ പറ്റിക്കാൻ ഉറങ്ങാൻ പോകും. 11 മണിക്ക് 12 മണിക്ക് ഇറക്കാനുള്ള ഉറങ്ങാൻ പോകണം. അപ്പോഴല്ലേ ഉറക്കം ശരിക്കും വരുള്ളൂ. ഒന്നല്ലടാ ഒരു നിമിഷം. എവിടെടാ പോയത്? സുഹൃത്താടെ, നിന്റെ സുഹൃത്താണ്. എടാ, ഇന്ന് വന്നടാ. നിന്റെ മാജിക്കട് കുറച്ചുകൂടെ കാണിച്ചല്ലോ അവിടെ. ഒരുപാട് മാജിക്കട്ടെ. ഇതുപോലെ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഞാനും മുതുകാടും പിന്നെ വേറെ അവരുടെ പേരറിയില്ല, അവരൊക്കെ ചെയ്യുന്നുള്ളൂ. വെറൈറ്റി ഞാൻ നല്ല വെറൈറ്റി കുറയുന്നുണ്ട്. മോളെ, ഒരുപാട് മൈൻഡ് റീഡിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല മോനെ? അല്ല, ഇത് ചേട്ടന്റെ സുഹൃത്താണ്. അതെ. ഇതെന്ത് മാജിക്? ഇത് മനസ്സിലായില്ല. ഇത് കൊള്ളൂല. ഇത് കൊള്ളൂല. മാജിക് കൊള്ളൂല. അത് പേരെന്താന്ന് പറഞ്ഞേ? എന്താ പേര്? നോബി. നോ ബി. എന്നുവെച്ചാ ബി ഇല്ല എന്ന് പറഞ്ഞ ബുദ്ധിയില്ല, അതാണ്. അല്ല, അതൊന്നും തെളിയിച്ചാ. നോബി, മിസ്റ്റർ നോബി, നിങ്ങൾ ശ്രദ്ധിക്കണം. അമേരിക്ക, ലണ്ടൻ, ഓസ്ട്രേലിയ അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ മെന്റലിസ്റ്റ് നടത്തിയിട്ടുണ്ട്. കൂടെ ഞാനും പോയിട്ടുണ്ട്. പുള്ളി പോയിട്ടുണ്ട്. പാസ്പോർട്ടിൽ അത് വന്നു, അകത്തിട്ടു. അല്ല, അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ വിഡ്ഢികളെ കണ്ടോ? ഇല്ല. ബി ഇല്ല. വേറെ എന്തെങ്കിലും വെറൈറ്റി വേറെ സാധനം ഉണ്ട്, പറയട്ടെ? അതായത് ഈ തൊപ്പി കണ്ടോ? ഈ തൊപ്പിന്ന് ഞാൻ
പ്രാവിനെ സൂപ്പറാണ്. കേട്ടില്ല പ്രാവിനെ പ്രാവിനെ എടുക്കും. സൂപ്പറാണ്. എന്റെ പൊല്ലിയേട്ടാ അതൊക്കെ പഴയ മാജിക്കാണ് പണ്ട് പോലെ ആൾക്കാർ കാണിച്ചത്. അത് പഴയ തൊപ്പിന്ന് പ്രാവിനെ എടുക്കുന്നതൊക്കെ അയ്യ അതൊന്നും ആക്കൂല. വേറെ ഉണ്ടാട്ടെ വേറെ അന്ന് ഞാൻ തൊപ്പീന് പാമ്പിനെടുക്കും. എന്റെ പൊന്നെണ്ണ ഈ പ്രാവും പാമ്പും അല്ലാതെ ഈ തൊപ്പി ഇതൊക്കെ പഴയതല്ലേ? വേറെ എന്ന് തൊപ്പീന്ന് കുയിലിനെടുക്കും. ഞെട്ടിപ്പോവും നമ്മള്. നിങ്ങൾ ഈ തൊപ്പിന്ന് പ്രാവ് പാമ്പ് ഈ തൊപ്പിന്ന് എടുക്കുന്നതൊക്കെ പഴയതായത് ഈ പുള്ളി പറഞ്ഞ പഴയതടാ. നീ എന്താ അവര് അത് കൊള്ളൂല. എന്നാ നമുക്ക് ബിവറേജ് ഫുൾ എടുത്താലോ? ഞാൻ 300. ഞാൻ 200 ഇട്ട്. ഞാൻ 500. അപ്പൊ എത്രയാ 300? 1300. സോഡയും വെള്ളം ഞാൻ മേടിച്ചോളാം. അതിന് 50 രൂപ ആവുള്ളൂ. പോയിട്ട് നീ പോയിട്ട് ഞാൻ- വേഗം വാ. ചേട്ടാ എവിടെ പോവാ? അല്ല ബിവറേജില് സാധനം മേടിക്കാൻ. ഇവിടെ വന്ന എന്തിനാ? ശ്ശേ. ഓയ്ഷ്. മാജിക് ചെയ്യാൻ വേണ്ടി. കാണിച്ചിട്ട് പോയാ ഓ, എന്റെ കയ്യിൽ കുറെ ട്രിക്കുകളൊക്കെ ഉണ്ട്. മോനെ എന്നെ ശിഷ്യൻ മാടാ മോനെ മുടിയാ വരൂ. മുടിയ മുടിയ പ്രിയമുള്ളവരെ എന്റെ ഫസ്റ്റ് മാജിക് തുടങ്ങുകയാണ്. ചിമ്പിളക്ക, 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 ചിമ്പിളക്ക. ചിമ്പിളക്ക, 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 ചിമ്പിളക്ക. അതായത് ഈ കമ്പിയില്ലേ, ഈ കമ്പി ഞാൻ എന്റെ നാക്കിലൂടെ കുത്തിയിറക്കും. അയ്യോ ചേട്ടാ വേണ്ട ചേട്ടാ, അങ്ങനെയുള്ളൊന്നും വേണ്ട ചേട്ടാ. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി. എന്റെ അച്ഛാ ഞാൻ സാഹസമാണ് കാണിക്കുന്നത്. രക്ഷിക്കണേ, ഒരു മോനില്ലാതെ ആവും. അതുകൊണ്ട് പറഞ്ഞാണ് വേണ്ട ചേട്ടാ. ഞാൻ ചെയ്യും. ചുമ്പർലക്ക, ചുമ്പർലക്ക, ചുമ്പർലക്ക. അയ്യോ കഴിഞ്ഞേട്ടാ. കഴിഞ്ഞാടാ പതുക്കെ പതുക്കെ. കുത്തി കയറ്റി കഴിഞ്ഞാ. അയ്യോ ദേ കേറ്റി ചേട്ടാ. എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ? ആ നാക്കേറ്റ സ്ഥലം ഉണ്ട്. വളവുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് തന്നെ പൊളിച്ചില്ല നീ. നെക്സ്റ്റ് മാജിക് പോട്ടെ പോട്ടെ സാരില്ല, അടുത്തത്. നിങ്ങളെ ശ്രദ്ധിക്കൂ. ചിമ്പറക്ക, 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 ചിമ്പറക്ക. എന്നാ വെള്ളമില്ല, ഞാനിത് കമത്തുന്നു. അപ്പൊ നിങ്ങൾ കണ്ടോളൂ. അത്ഭുതം എന്താന്ന് പറഞ്ഞ ആ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്താണ് വെള്ളം വെച്ചത്. അങ്ങനെയാണ് ഒഴിച്ചത്. എടാ ഇത് രണ്ടാമതും പൊളിച്ചലോടാ നാറി. പോട്ടെ സാരില്ല, വേറെ ഉണ്ടാവുന്നത്. വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് നിങ്ങൾ അപ്പൊ തന്നെ കൊണ്ട് നിർത്തും. എടാ പോടാ, എന്റെ ആവശ്യമില്ല. നടക്കത് നിന്റെ കൂട്ടുകാരനല്ലേ കൊണ്ട് നിർത്തുക. ഏത് രാജ്യത്തും ഇഷ്ടപ്പെട്ട ഏത് രാജ്യത്തും നിങ്ങളെ കൊണ്ട് നിർത്തും ഞാൻ. ഉറപ്പ്? പിന്നെ ഉറപ്പാണോ? ഉറപ്പ്. അപ്പൊ നമുക്ക് പ്ലെയിനിലും ട്രെയിനിലും ഒന്നും പോണ്ട. ഒന്നും കയറണ്ട. ഒറ്റ സെക്കൻഡ്, ഒരു നിമിഷം നേരം അതൊന്നറിയണമല്ലോ. അതൊന്നറിയണല്ലോ. നീ പറ. ഞാനൊരു സ്ഥലം പറയട്ടെ. ഏതാ? എനിക്ക് ജനിക്കുന്നതിന് മുന്നേ പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു ഏതാ? ന്യൂയോർക്ക്. ന്യൂയോർക്കല്ലേ? നിർത്തറ. നീ എവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്? ഞാൻ ന്യൂയോർക്കിൽ. അതെങ്ങനെ കൊണ്ടുപോകും? വിസ ഇല്ല, പാസ്പോർട്ട് ഇല്ല, പിന്നെ എങ്ങനെ കൊണ്ടുപോകും? റേഷൻ കാർഡിലത്ത് ഞാൻ വരെ പോയി, പിന്നെയാണ് പാസ്പോർട്ട്. പിന്നെ കൊണ്ടുവരിക്കും. മനസ്സിലായില്ലേ? വരിക്കും ചേട്ടാ, വരിക്കും. ഉറപ്പ്? ന്യൂയോർക്ക്. ന്യൂയോർക്ക്. അയ്യോ എടി, നമ്മൾ ന്യൂയോർക്കിൽ വന്നിട്ടും നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വന്നത്. ഇത് എടുത്ത് മാറ്റണോട്ടോ. എന്ത്? അല്ലെങ്കിൽ ന്യൂയോർക്കിൽ പിഴ അടക്കേണ്ടി വരും. ഓ വീട്ടിൽ പോ, വീട്ടിൽ പോ, വീട്ടിൽ പോ. എന്നാ വീട്ടിൽ പോ. വീട്. ഇതാണ് മജിഷ്യൻ. നീ ഞെട്ടിച്ചളകണ. സൂപ്പർ. ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ. നീ കാശ്മീരിൽ പോണമെന്നുണ്ട്. എങ്ങനെ? എടാ, കാശ്മീർ ഇന്ത്യയിലല്ലേ? അതെ. നിന്നെ ഞാൻ കൊണ്ടുവരിക്കും. ഓക്കേ. കാശ്മീർ. തണുപ്പടി. നമ്മളെ ഫർണിച്ചറുകളെല്ലാം ഇവിടെ വന്ന്. ദൈവത്തോർത്ത് വിടല്ലേ, മഞ്ഞാണ്, കുത്തിപ്പോവും. നമുക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോണം. വീട്ടിൽ പോണം. വീട്ടിൽ പോ. സഹിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ പോ.
വീട്. തണുത്തന്റെ ഊപ്പാടൊന്നും അളിയ നീ സൂപ്പർ കേട്ടോ, നീ സൂപ്പർ. എടേ എന്റെ എല്ലാവരും പറയണ്ടാ, പക്ഷെ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങക്ക് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയുള്ള സ്ഥലത്തിലൊന്നും പോകാൻ പറ്റത്തില്ല. ചേട്ടനോട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ആ ഹലോ, അപ്പൊ ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല, അത് ഇവിടെ LED വാളുകാർ ചെയ്തതാണ്. ആ ഓ വീട് വേണം. അതിന്റെ CD കൊണ്ടു കൊടുത്ത് അവരിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. നീ എന്താണ് അവർ കൊടുക്കാന്ന് പറഞ്ഞത്? 1/2 ലിറ്റർ കൊണ്ട് കുടിപ്പിക്കണം. പോക്കത്രല്ലടാ അത്. മദ്യമല്ല, പിന്നെ 1/2 ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കാൻ പറഞ്ഞു. വില കൂടി കൊണ്ടവരോ അംഗീകരിച്ചെന്നെ. അതാണ് സംഭവം. എന്നാലും ഇത് ഭയങ്കര മോശമായി പോയതാ. വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ വളരെ പറ്റിക്കണ്ടായിരുന്നു. മോശം കാര്യം. നിങ്ങളെ ഞാൻ പറ്റിച്ചു. LED വാള് കാശ്മീരിന്റെ പടം കാണിച്ചു. നിങ്ങൾ എന്താ കാണിച്ചു അവിടെ ചെന്നപ്പോ? എന്താ കാണിച്ചു? കാശ്മീരിന്റെ പടം വന്നപ്പോ നിങ്ങള് അയ്യോ ഞാൻ അപ്പോഴും പേർത്തുകൊണ്ടിരിക്കായിരുന്നു ഇവിടെ. പോട്രാ, അത് പോട്ടെ. നീ ഒരു സംഭവം കാണിച്ചു. ഇനി വെറൈറ്റി ഇന്ത്യയിൽ ആ. ലോകത്തിലാരും കാണിക്കാത്ത ഒരു മാജിക്കാണ്. എന്താണ്? അതാ ഞാൻ നിലത്ത് ഇങ്ങനെ കിടന്നിട്ട് ആ ഉരുളോടാ, ഉരുളോ നീ അപ്പം വെള്ളടിക്കുന്നത് ഞാനല്ല. ഇവിടെ കിടന്നു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പൊങ്ങി ശൂന്യതയില് ഇങ്ങനെ നിൽക്കും. കോമോടാ നീ മുകളിലോട്ട്. ഇപ്പൊ തന്നെ എന്നെ വിടോടാ അങ്ങട്. ഇങ്ങനെ ശൂന്യത നിൽക്കും. പക്ഷേ എനിക്ക് 2 വെള്ളത്തുണി വേണം. അയ്യോ വെള്ള തുണിയില്ല, വെള്ള തുണിയില്ല. വെള്ള തുണി ഇല്ലാത്തോണ്ട ഒരു മിനിറ്റ്. ഇല്ലാത്തോണ്ടല്ലേ? വെള്ളത്തുണി ഉണ്ട്. അതെങ്ങനെ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുകുമാരൻ ചേട്ടനെ ആ. അലക്കി നമ്മുടെ അഴയിലിട്ട്, അവിടുത്തെ അഴയില്. അപ്പൊ കാറ്റത്ത് പറന്ന് 2 വെള്ളത്തുണി ഇവിടെ വീണു. ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അറിയാ, ഞാൻ മെനഞ്ഞാന്ന് വാങ്ങിച്ച പുതിയ വെള്ള തുണിയാണ്. അത് മതിയാ? അത് തരാം. അത് മതി മതി. അത് മതി, അത് മതി. ഓക്കേ, എടുത്തോണ്ട് വരട്ടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആ തുണിയുടെ തല പിടിച്ചോണ്ട് നിന്നാ മതി. ആണോ? ആ. അത്ര മാത്രം ചെയ്താൽ അത്ര മാത്രം ചെയ്താൽ മതി. തുണി. തുടങ്ങടാ. സഹപാഠി വിളിച്ചോ, സഹപാഠിനെ. മോനെ ശിഷ്യ പാറ 2 പേര്. ഓ ഈസിന്റെ പയ്യന്മാരാ. ഞങ്ങൾ പിടിക്കട്ടാടാ. പിടിച്ചോടാ. ഇതെങ്ങാനും പൊളിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇടിച്ചോ, എന്നാലും കുഴപ്പമില്ല. എങ്ങനെ ഒരിക്കലും പറ. ഇത് പൊളിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇടിച്ചോ, കുഴപ്പമില്ല. ഉറപ്പാണല്ലോ ഇടിക്കാലോ. നീ പൊളിക്കാതിരുന്നാ മതി. കൈയടിച്ചോ, കൈയടിച്ചോ. മുകളിലേക്ക് ഉയർന്നു വരുന്ന മജീഷ്യൻ മജീദിന്റെ അത്ഭുത പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞെട്ടിച്ച് നീ തകർത്ത്. എന്റെ പൊന്നി, ഇതാണ് മാജിക്. സൂപ്പർ. കയ്യടി, കയ്യടി. അടിപൊളി. പുറത്തുനിന്നൊക്കെ ആള് വരെയാണ് കാണാൻ. കണ്ടോ, കണ്ടോ? എന്തിനാണ് ആയതലം കണ്ടോ? ഞാൻ വീട്ടിൽ ഉണക്കിയിട്ട തുണി നിങ്ങൾ അടിച്ചു മാറ്റിട്ട് ഇവിടെ മാജിക് കളിക്കുന്ന തുണി മനസ്സിൽ നടക്കാറ്. അമ്മയാണ് ഞാനല്ല പൊളിച്ചത്, കണ്ടല്ലേ? ആരെങ്കിലും വന്ന് പൊളിച്ചത്? പൊളിച്ചതാ, പൊളിച്ചതാ. ചേട്ടാ, ഇത് പൊളിയുവാണെങ്കിലേ ചേട്ടനിട്ട് ഇടിച്ചോളാൻ പറഞ്ഞായിരുന്നു. ഇനി ഞങ്ങക്ക് ധൈര്യമായിട്ട് ചേട്ടനിട്ട് ഇടിക്കാലോ. ഇടിക്കാം. ഇടിക്കാലോ. ഇടിക്കാം. ചേട്ടാ, വാ ചേട്ടാ. വന്നാടോ. ഫുൾ ഓൺ പവർ ആണ്. അതെ. അപ്പൊ നമ്മൾ ചേഞ്ച് കൊണ്ടുവന്നില്ലേ ഓരോ ടീമിന്റെ കൂടെ. ഇപ്പൊ രഞ്ജീഷിന്റെ കൂടെ, രഞ്ജിത്തിന്റെ കൂടെ ഒരു ഐശ്വര്യം വന്നു. അവർക്ക് ഗംഭീരമായിട്ട് ഫുൾ പൈസ കിട്ടി. ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് കയറി ഫുൾ പൈസ കിട്ടി. അതുപോലെ വേറെ ഐശ്വര്യം വന്നു, അവർക്കും ബാറ്ററി ഫുള്ളായി ഫുൾ പൈസ കിട്ടി. അതുപോലെ ഞങ്ങളുടെ അടുത്തൊരു ടീം വരാൻ പോവാണ്, ബൈജു കുട്ടനും പ്രവീൺ മുഹമ്മദ്. അപ്പൊ അവർക്ക് ബാറ്ററി ഫുള്ളാക്കി കൊടുക്കണ്ടേ? അപ്പൊ എന്ത് വേണം? നിങ്ങൾ ചിരിച്ചു കൊടുക്കണം. നിങ്ങൾ മാക്സിമം ചിരിച്ചാൽ മാക്സിമം ബാറ്ററി ഫുള്ളാവും, അവർക്ക് ഫുൾ പൈസ കിട്ടും. അപ്പൊ ഓക്കെ അല്ലേ? 2 പേര് ഐശ്വര്യം കൊണ്ടുവന്നപ്പോ ഇവരും കൊണ്ടുവന്ന് ഉള്ള ഒരാൾ ഐശ്വര്യല്ല, അനീഷ്. അനീഷ് ചേച്ചി ബാറ്ററി ഒന്ന് ഓണായി. ബാറ്ററി ഓൺ ഓണല്ലേ? ഈ ചാർജ് ഇതുപോലെ ഒന്നും കൂടെ വരണമെങ്കിൽ നിങ്ങൾ ചിരിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഞങ്ങളും കൂടെ കാണും. അപ്പൊ നമുക്ക് ആ 3 പേരും ക്ഷണിച്ചാലോ? പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എന്റെ പരിപാടി എന്നെ കൂവി പൊളിക്കാൻ വന്നാണെന്ന്. അല്ല, ഈ കോഴിക്കടയുടെ ഓണർ ഞാനാണെന്ന് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടാ. എന്റെ ഒരു പുതിയ പണിക്കാരുണ്ടായിരുന്നില്ല. എന്റെ ദൈവമേ, ഇവരിപ്പോഴും കിടന്നുറങ്ങിയാണോ? എഴുന്നേറ്റില്ലേ? എടാ മോനെ, എഴുന്നേക്കടാ. വാ വാ പൊന്നു മുതലാളി ഒന്ന് ഉറക്കം പിടിച്ച് വരികയായിരുന്നു. ഉറങ്ങണെങ്കിൽ വീട്ടിൽ പോയി ഉറങ്ങടാ. ഇതോടെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വെളുപ്പിന് കോഴി പോവുമ്പോ നീ
എഴുതേക്കണോന്ന്. ഇവിടെ മൊത്തം പെടക്കോഴിയല്ലേ, പേരെങ്കിലും കൂവാനൊരു പൂവൻകോഴി ഉണ്ടാ? അപ്പൊ ഇന്ന് നോബി ഒന്നില്ലേ? എടാ, ഇവിടെ പൂവൻകോഴി തന്നെ നോബി ഒന്നില്ല. എന്റെ ദൈവമേ, ഞാൻ ഇനി ഇപ്പൊ നാടൻ കോഴി ചോദിച്ചവനവർക്ക് എന്തെടുത്ത് കൊടുക്കും? ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് മലയാളത്തിൽ കൂടെ ഏതെങ്കിലും 2 കോഴിയിൽ അങ്ങനത്തെ കണ്ടു കൊടുക്കണം. എടാ മണ്ട, ലോകത്തിലുള്ള എല്ലാ കോഴികളും മലയാളത്തിലാണ് കൂവണത്. ആര് പറഞ്ഞു? എടാ, നീ ചൈനയിൽ നിന്ന് ഒരു കോഴിനെ ഇവിടെ കൊണ്ടുവന്ന് കൂവിച്ചു നോക്കി, എങ്ങനെ കൂവും? അത് കൊക്കരക്കോ അങ്ങനെയല്ലേ കൂവുന്നത്? അല്ലാണ്ട് ഹുയാങ് ചാങ് കോ ചോ അങ്ങനെ കൂവോ? ഈ ഇങ്ങനെ വാ പൊളിച്ച് നിക്കാതെ, എടാ പുതിയ പണിക്കാരാണ്, ഒന്ന് തുള്ളിച്ചാടി ഓടി നടക്ക്. എന്നാ ഒരു കാര്യം ചെയ്യും, മുതലാളി ചിക്കൻ എടുക്കും, ഞാൻ ഡ്രസ് ചെയ്യാം. ഞാൻ ചിക്കൻ എടുക്കുമ്പോ നീ ഡ്രസ് ചെയ്ത അതല്ല, ചിക്കൻ എടുക്കും, ഞാൻ ഡ്രസ് ചെയ്ത് നന്നാക്കി വെക്കാന്ന്. ഞാനാ? എടാ ചിക്കൻ കുനിയ മേലാന്ന്. ആ ചിക്കൻ കുഞ്ഞാണ്, പൊക്കോ പൊക്കോ. അതല്ല, ചിക്കൻ എടുക്കണെങ്കിൽ കുനിയണ്ട, അതിന് മേലാന്ന്. മടിയാണല്ലേ? അവൻ ആശാന് പണി തന്നോണ്ടിരിക്കുക. മുതലാളി, നാളെ എന്റെ പെങ്ങളോച്ചിന്റെ ബർത്ത്ഡേ ആണ്. അതിന് 20 കിലോ ചിക്കൻ ഞാൻ എടുക്കും. ഇരിക്കോന്ന്? എന്തിന്? ഇന്നലെ മുതലാളി വീട്ടിൽ ഒരാൾ തെങ്ങേറാൻ വന്നില്ലേ, ഉവ്വ. പോയപ്പോ 2 തേങ്ങ കൊണ്ടുപോയില്ലേ? അത് നാട്ടുകടപ്പ്. ആ ഞാനിവിടെ വർക്ക് ചെയ്യല്ലേ, പോകുമ്പോ 20 കിലോ കോഴി ഞാൻ എടുക്കും. എന്റെ ദൈവമേ, ഇന്ന് കാലത്ത് തന്നെ നഷ്ടക്കച്ചവടം ആയി പോയല്ല. വഴിയുണ്ട്. അതിനകത്തൊരു മുട്ടക്കോട്ടം കോഴി എടുത്തിട്ട് തൂക്കിക്കേ. ഒരെണ്ണ എടുക്ക്. ഇത് 20 കിലോ ഉണ്ടാവുക. എത്രയുണ്ട്? ഇത് 3 കിലോ ഉള്ളു. 3 കിലോ? എടാ, ഇപ്പൊ വെച്ചിട്ടല്ലേ ഉള്ളു. നീ എവിടെ നോക്കണം? ഇവിടെ ഇരുന്ന്. ഇവിടെ? ഇവിടെ നോക്കിയേ. 3 കിലോ. ഇവിടെ നോക്ക്. 3 കിലോ. ഓക്കേണാ? ആ നോക്കിയേ. 3 കിലോ ഉള്ളു. ഇപ്പൊ എത്രയുണ്ട്? 15 കിലോ കേട്ടാ. അഞ്ചായോ? ഇപ്പൊ എത്രയുണ്ട്? 20 കിലോ. 40 കിലോ. 40 കിലോ. ആ, നിനക്ക് എനിക്ക് എത്ര ഇത്ര വേണം? വേണ്ട. നിനക്ക് എത്ര വേണം? എനിക്ക് 20 മതി. ഇപ്പൊ ഓക്കെ. കറക്റ്റ് 20 കിലോ. ഇതെവിടെ പോണു ഭാഗവതിയുടെ വിവരം പിടിച്ച്? എടാ, 1ഉം 2ഉം അല്ല, 20 കിലോന്റെ കോഴിയാണ്. ഇത്രയെങ്കിലും എക്സ്പ്രഷൻ ഇട്ടില്ലെങ്കിൽ നീ വിചാരിക്കും പിള്ളേച്ചൻ കള്ളം പറഞ്ഞാണ്. നിന്റെ കോഴി ഇവിടെ വെച്ചിട്ടുണ്ടേ, എടുക്കാൻ മറക്കണേ. പറഞ്ഞേക്കാവേ. ഹലോ ഹലോ, നമസ്കാരമുണ്ട്. ആ ഉണ്ട്. കാശുണ്ടാ? എന്നാ അവിടെ കിടന്ന് ഉടുക്കോട്ടാതെ വന്ന കാര്യം പറഞ്ഞേ. ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ട്. ഒരു 300 കിലോ കോഴി വേണം, എടുക്കാനുണ്ടാവുക? ഉണ്ടാവോന്ന് മോനെ, ഈ ചലഞ്ച് നീ എന്റെ അടുത്ത് ഇറക്കല്ലേ. ഇവിടെ കിടക്കണ കോഴികളൊന്നും നിസാര കോഴികളല്ല. എടാ, ഇവിടുത്തെ ചിക്കൻ കഴിച്ചാൽ സൗന്ദര്യം കൂടും. പിന്നെന്ന് എടാ, എലീന പഠിക്കലിന് ഇത്ര സൗന്ദര്യം വരാൻ കാരണം എന്താ? ഇവിടുത്തെ ചിക്കനാ. അത് ഇവിടുത്തെ ചിക്കൻ അല്ല, അത് ആ മേക്കപ്പിലെ ചെക്കനാ. അതെ, സത്യം അതൊക്കെ തന്നെയാണ്. പിന്നെ ചിക്കൻ ഇപ്പൊ എത്രയുണ്ട് വില? ഇപ്പൊ 155. അയ്യോ, ഭയങ്കര കൂടുതലാണല്ലോ. എടാ, ജീവിച്ചിരിക്കുമ്പോ വാങ്ങിച്ചിട്ട് പോടാ. കോഴി ചത്തു കഴിഞ്ഞാ ഭയങ്കര വില. എങ്ങനെ വില കൂടുതൽ? ചിക്കൻ 65, ചിക്കൻ കടായി, ചിക്കൻ പെരിപ്പിരി. അയ്യോ, തലവിരുത്തിട്ട് പാടില്ല ചേട്ടാ. ഒരു 300 കിലോ ചിക്കൻ പെട്ടെന്ന് എടുക്ക്. ഒരാളി 300 കിലോ ചിക്കൻ കൊടുക്കല്ലേ? പക്ഷിപ്പനിയാണ്, 2 ദിവസമൊക്കെ വണ്ടി വരത്തില്ല. കോഴിക്ക് പനി വരുവാ? വരുവന്നാ? മൂലക്കൊരു കോഴി ഇരിക്കണണ്ട. മൂലക്കുരുവുള്ള കോഴിയാ? ആ കൂടിന്റെ മൂലക്കൊരു കോഴി ഇരിക്കണണ്ട. 4 ദിവസമായിട്ട് പരിച്ചു കിടക്കായിരുന്നു. ഇന്ന് തുളസിയിലിട്ട് ആവി പിടിച്ച പിന്നെയാണ് അതിന്റെ തല ഊരി. ഈ പനി വരാത്ത കോഴിയുണ്ടാ? ഇല്ലല്ല. ഏത് കോഴി? ടർക്കി കോഴി. അതിന് പനി വരികയല്ലേ? ഫുൾ ടൈം ടർക്കി ആയിട്ട് കിടക്കല്ലേ. അതിന്റെ തല ഒന്ന് നനഞ്ഞാൽ മതി, അപ്പൊ ടർക്കി ഇട്ടിട്ട് തല ഇതേപോലെ തന്നെ പൊടി പിടിച്ച സ്ഥലത്തൊന്നും അത് കിടക്കൂല. അതിങ്ങനെ വരും, ടർക്കി വിരിക്കും, അതിനകത്ത് കിടക്കും. വൃത്തിയുള്ള കോഴിയാണ്. രണ്ടുപേരും ഇങ്ങോട്ട് മാറി, ഞാനവിടെ തൂക്കട്ടെ. ചിക്കൻ കട്ടിയല്ലേ? അയ്യോ, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പണിക്കാരനാണല്ലോ. ഓടിച്ചാടിയല്ല അവൻ പണിയെടുക്കണത്. അത് ആക്റ്റീവ് ഒന്നുമല്ല. വന്നപ്പോ ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഓടിച്ചാടി എന്ന് പണിയെടുക്കണം. ഇപ്പൊ എന്നെ കാണിക്കാനുള്ളത് അത്രപ്പാടാ. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. കോഴിക്കട വെക്കണം എന്ത് ചെയ്യും? അത് കോഴി ഓടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു തടിക്കഷ്ണം എടുത്ത് വെച്ചാൽ മതി. കോഴിക്കട വെക്കണതല്ലേ ചോദിച്ചത്? ഇതുപോലെ ഒരു കോഴിക്കട വെക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? കോഴിക്കട അല്ല, ഇപ്പൊ 2 ദിവസമായിട്ടുള്ള വന്നിട്ട് ആശാൻ അടവെക്കാൻ നടക്കുക. അതൊരു പഴയ പണിക്കാരനുണ്ടായിരുന്നില്ല, അവനെന്ത്? അവന് ഞാൻ പറഞ്ഞു വിട്ട്. അതെന്താണ്? എന്റെ പൊന്നടാവേ, അവൻ ജന്മം പോയ കോഴിക്ക് കത്തി വെച്ച് കൊല്ലൂല. അതെന്താ? അവന് ചോര കണ്ട തലയിറങ്ങുന്നു. ഒരു ദിവസം ഒരാൾ കൂടെ കോഴി മേടിക്കാൻ വന്നു. കോഴിനെ കൊല്ലാതെ കൊടുത്തു വിടാൻ പറ്റുമോ? അതില്ല. ഇവനാണെങ്കിൽ കൊല്ലത്തില്ല. അന്നെ കരുനാഗപ്പള്ളിയിലായിരുന്ന? അതല്ല, ഇവൻ കോഴിനെ കൊല്ലത്തില്ല. ഞാൻ അവനോട് കർക്കശം പറഞ്ഞ് നീ തന്നെ കൊല്ലണോന്ന് കോഴിനെ. പക്ഷെ എന്നെ പേടിച്ചിട്ട് അവൻ തന്നെ കൊന്ന്. എങ്ങനെ വന്നത്? വിഷം കൊടുത്തു വന്ന്. ഇപ്പൊ ആ വീട്ടിലെ 3 പേരെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് 3 മാസം കേസ്. പിന്നെ ഇവൻ കത്തി വെക്കുവാ? ഇവനെ 2 മിനിറ്റ് സംസാരിച്ചു നോക്കാം, അപ്പൊ അറിയാം. ഹലോ ഹലോ ചേട്ടാ, ഈ കോഴിയുടെ ഇംഗ്ലീഷ് എന്നാ? ചിക്കൻ അല്ല, കാലി. ചിക്കൻ കാലി ചിക്കൻ. എന്നാ കോഴിക്കോടിന് ഇംഗ്ലീഷ് എന്നാ? കാലിക്കട്ട്. അല്ലാണ്ട് ചിക്കൻ കട്ടെന്നല്ലോ. അങ്ങനെയുണ്ട്. പിന്നെ വല്ല ചെമ്മീൻ കട്ടിലും കൊണ്ടുപോയിട്. അതാണ് അവന്റെ കത്തി. ആശാനെ, ഈ കോഴിയുടെ പപ്സും കൂടെ എന്നാ എടുക്കും? പപ്സും കൂടെ?
അവൻ പപ്പും പൂടെന്നാണ് ഉദ്ദേശിച്ചത്. മനഃപൂർവ്വം നാണം കെടുത്താൻ ഡ്രമ്മിൽ കൂടെ നിറ. അല്ല ഈ ചിക്കനൊക്കെ കട്ട് ചെയ്ത് എന്തിനാണ് റമ്മിന്റെ അകത്തോണ്ട് ഇടണത്? പിന്നെ എനിക്ക് യൂട്യൂബിൽ എടുത്തിടാൻ പറ്റും. കോഴിപ്പോരൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ. മോനെ, ഈ കോഴിപ്പോരിന്റെ കാര്യം എന്നോട് പറയല്ലേ. ഈ പേരിട്ടത് തന്നെ ഞാനാ. ആണോ? പിന്നെ എടാ മറ്റേ തമിഴ്നാട്ടിലല്ലേ ഈ കോഴിത്തന്നെ നടന്നിരുന്നത്. പണ്ട് കോഴിത്തന്നായിരുന്നു, അന്ന് കോഴിപ്പോരില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഒരു കുഞ്ഞിക്കോഴിയായിട്ട് നേരെ തമിഴ്നാട്ടിൽ ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച എന്താ? എന്താണ്? കടാകടിയനായ ഒരു കൊത്തുകോഴി നെഞ്ചും പിരിച്ച് അങ്ങനെ നിക്കാണ്. ഒമ്പോ ഈ സമയത്ത് ഞാൻ കൊണ്ടുവന്ന കുഞ്ഞിക്കോഴിയില്ലേ, അങ്ങോട്ട് ചെല്ലുവാ പോരാടാ. ഇത് കുഞ്ഞിക്കോഴിയല്ല, ഇത് കുഞ്ഞിക്കൂനനാ. അല്ലല്ല, കോഴി തന്നെ. ഇപ്പൊ ഓക്കെ. അവന്റെ നിപ്പ് കണ്ടപ്പോ എനിക്കൊരു പന്തിയേട് വന്നു. അപ്പൊ ഞാൻ ഈ കുഞ്ഞിക്കോഴിനോട് പറഞ്ഞു, വേണ്ട കോഴി പോരെ, അവനോട് കളിക്കണ്ട, കോഴി പോരെ. ഇതങ്ങോട്ട് കേട്ടതും അവിടെ കൂടുന്ന ഒരു കോഴി പോരെ, കോഴി പോരെ, കോഴി പോരെ. അടിവാങ്ങിപ്പൂരി. പേരുണ്ടായി. ഇതിലും വലിയ പോരാണ് എന്റെ വീട്ടിൽ ഞാനും എന്റെ ചേട്ടനും കൂടി. അയ്യോ, അച്ഛൻ ഭാഗം ചെയ്ത് തന്നായിരുന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് എനിക്കും 3 സെന്റ് സ്ഥലം ചേട്ടനും. എടാ, ആ 3 സെന്റ് സ്ഥലം ചേട്ടനോട് കൊടുത്താ പോരെ. അയ്യോ, ആ 3 സെന്റ് സ്ഥലത്താ എന്റെ വീടിരിക്കണത്. നിന്റെ അച്ഛന്റെ പേരെന്താണ്? ചന്ദ്രപ്പൻ. ഇത്രയും വലിയ കുരുക്കുണ്ടാക്കി തന്ന പുള്ളിയുടെ പേര് ചന്ദ്രപ്പൻ എന്നല്ല, ഇടിയപ്പൻ. ഹലോ സുഭാഷേ, 50 ബിരിയാണിയുടെ ഓർഡർ കിട്ടിയാ? പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടേര്. എടാ, ബാക്കി ഓർഡർ കൂടി നീ എങ്ങനെങ്കിലും പിടിക്ക്. അച്ഛന്റെ കാര്യമായി പോയില്ലേടാ. ചേട്ടാ, അച്ഛനെല്ലാം പറ്റി. അച്ഛന് ജപ്പാൻ ജ്വരം. അയ്യോ, അതിന് വേണ്ടിട്ടല്ലേ ഞാൻ ഈ ബിരിയാണി ചലഞ്ച് നടത്തണത്. അയ്യോ, അപ്പൊ ഇഷ്ടം പോലെ പൈസ വേണ്ടി വരുമല്ലോ. പിന്നെ ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരല്ലേ ചേട്ടാ. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ രാക്ഷസൻ വേഷം മാറി വന്നാണ്. ഒരു 10 ബിരിയാണിയുടെ ഓർഡർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ട് ഓക്കെ ആണോ? അവിടെ നിന്നാ മതി, അപ്പുറത്തേക്ക് പോണ്ട. പിന്നെ അച്ഛന്റെ വില എനിക്കറിയാം. എന്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്തു പറ്റി? അച്ഛന് മറ്റേ കഷ്ണത്തില് ഇതായിരുന്നു. മത്തി ചീഞ്ഞതായിരുന്ന? അല്ല, മത്തിയല്ല, മറ്റേ തലയിലത്തെ മസ്തിഷ്കം കംപ്ലൈന്റ് ആയിരുന്നു. അച്ഛൻ തലേ വെള്ളം കൂരി ഒഴിച്ചാ? പോട്ടെ മുതലാളി, പോട്ടെ. അതല്ലേ അച്ഛൻ പോയെന്ന് പറഞ്ഞു. ഒന്ന് പോയാൽ അപ്പോഴേ ഒരു അച്ഛന്റെ കാര്യമായതിന്റെ പേരില് ഞാൻ ആ 10 ബിരിയാണി ഞാൻ എടുത്ത്. സന്തോഷം. എത്ര രൂപയാണ്? 1500 രൂപ. 1500 രൂപ ഉണ്ട്. ഏതാണ്ട് ഇതിനു വേണ്ടി വെച്ച പൈസ പോലെ. അയ്യോ, അപ്പൊ കൃത്യം പൈസ ഫണ്ട് ഓക്കെ. പണ്ടൊക്കെ അല്ല ചേട്ടൻ, പെട്ടെന്ന് അച്ഛനെ നല്ലൊരു ആശുപത്രി കൊണ്ട് കാണിക്കാൻ നോക്ക്. അതെ. എന്തിനാണ് ആശുപത്രി കൊണ്ടുപോണത്? എടാ, ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞ നിസാര അസുഖമാണ് അത്. അയ്യോ, ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞ അസുഖമല്ല. പിന്നെ അച്ഛന് കുഞ്ഞിനാൾ തൊട്ട് ജപ്പാനിൽ പോണെന്ന് പറഞ്ഞ ഒറ്റ ജ്വരം. എന്റെ ദൈവമേ, എന്റെ 500 1500 പോയി. അടുത്ത ആഴ്ച വേറൊരു ചലഞ്ച് കൂടിയുണ്ട്. അന്നും ചേട്ടൻ ബിരിയാണി എടുത്ത് എന്നെ സഹായിക്കണം. അതെന്തിനുള്ളതാണ്? അമ്മായിക്ക് ചിക്കൻ ബോക്സ്. അവന്റെ അമ്മായിക്ക് ചിക്കൻ മേടിച്ചു വെക്കാൻ ഒരു ബോക്സ് ഇല്ല. അതിനു വേണ്ടിട്ടാണ് അടുത്ത ചലഞ്ച്. ഈ വേല നിന്റെ മനസ്സിൽ നിൽക്കട്ടാ. അയ്യോ, എടാ, ഇത് ഞാൻ പറയേണ്ടതല്ലേ. ചേട്ടൻ പറ. എന്നായാലും അടിപൊളിയായിരുന്നു. ഞങ്ങള് നല്ല രീതിയിൽ ചിരിച്ചു. പക്ഷെ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യത നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്ന നാട്ടുകൂട്ടങ്ങളായിരിക്കും, അല്ലെ? നാട്ടുകൂട്ടം എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നു. ആ, ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് എലീന കൊണ്ടുള്ള ഒരു കൗണ്ടർ അടിച്ചിന്, അതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ചേട്ടാ, അത് കൗണ്ടർ അല്ല, ഒരു സത്യം. ഒരു നഗ്നസത്യം. എന്ത് ചെയ്യാനാ, എന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കാൻ. എലീനെ കുറിച്ചുള്ള സത്യം പറഞ്ഞപ്പോ ഇത്രയും ചിരി. അപ്പൊ കുറച്ച് കള്ളം പറഞ്ഞിരുന്നെങ്കില അതിന് വലിയ തമാശ ആയേനെ, വലിയ കൗണ്ടർ ആയേനെ. ശരി, എലീനയുടെ അല്ലാതെ ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതില്? എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താ പറയാ, മറ്റേ ചിക്കന്റെ ആദ്യം തന്നെ വന്നിട്ട് കാലിങ്ങനെ കാല് കൊടയണത്. അല്ല, അതൊക്കെ ഗംഭീര സാധനമായിരുന്നു. സൂപ്പർ എനർജി ആയിരുന്നു. നല്ലൊരു ഓളം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ആ ഇവന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര നിസ്സാരമായിട്ട് എന്താ പറയാ പെർഫോമും ചെയ്യേണ്ട കഷ്ടപ്പെട്ട് നിങ്ങൾ നല്ല നല്ല സ്റ്റോറീസും ആശയം കൊണ്ടുവരുന്നുണ്ട്. അതിവിടെ കാണുന്നുണ്ട്. സൂപ്പർ ഹാർഡ് വർക്ക് പേസ്. നിങ്ങളൊക്കെ ഇതുപോലെ ചിക്കൻ കടയിലൊക്കെ പോയി വാങ്ങുന്ന ആൾക്കാരായിരിക്കുമല്ലോ, അല്ലേ? അവര് കോഴി വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പോടാ പറയും. അടുപ്പിൽ കിടക്കും. എന്നിട്ട് അത് പറയും പകുതി എന്നാ ഫ്രൈ ആക്കണേ. കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരും ഉണ്ടാവും, അതുകൊണ്ടാ ഞാൻ ചോദിച്ചു. ഹലോ ഹലോ, സോറി, ഹലോ. സപ്പോർട്ട് ചെയ്യുന്നതാണോ? അല്ല, നോബിച്ചേട്ടൻ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതാ കൈ എടുത്തത്.
പ്രേക്ഷകരെ എന്തായാലും സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാറ്ററി ബാക്കി തീരുമാനിക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നോക്കാം പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ബാ. കരനിറയെ പണമൊഴുകണ പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ചെട്ടിപ്പോയി. ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആലോചിച്ചിരുന്ന എന്താണെന്നറിയാമോ? ഞാൻ അനീഷെന്ന് പേര് മാറ്റിട്ട് ഐശ്വര്യ പാവോടെ ഞെട്ടിപ്പോയി. ഒരു മിനിറ്റ് ഷോക്കായി പോയി ചേട്ടൻ. കോഴിക്കടയിലെ കോഴിയൊക്കെ കൊന്ന് ബ്ലഡ് കാണുന്ന ആളാണ് ചിരി. ആ കഥാപാത്രം ചെയ്തിട്ട് കരയുന്നു, ചിരിക്കുന്ന കരയുന്നു. അല്ല അനീഷ് ചിരിക്കുകയാണോ വിഷമാണോ എന്താണ് പറയൂ. ഒന്നും പറയാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തനാണ്. പറയൂ പറയൂ അനീഷ്. അനീഷ് പറയൂ പറയൂ. അങ്ങനെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ കോമഡി മാസ്റ്റേഴ്സ് തന്നെ കുറെ കൂടി അറ്റൻഡ് ചെയ്തായിരുന്നു. കളിക്കാൻ പറ്റില്ല. അല്ല ഇനിയിപ്പോ അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ അനീഷ് ഉണ്ടാവുമല്ലോ തീർച്ചയായും. ഇനിയിപ്പോ അനീഷേട്ടൻ ജാടയാവും. ഇതല്ലെങ്കിലും നമ്മള് ചെയ്യും. അല്ല ഇനിയിപ്പോ അനീഷേട്ടൻ ജാടയാണ്. ഫസ്റ്റ് സ്റ്റേജിൽ 50,000 വാങ്ങിയ കലാകാരൻ. അതല്ലേ ഞാൻ ഇവരെന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എഴുതാൻ വിളിക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിട്ട് വിളിച്ച ഞാൻ ഒരു 2 വർഷമായിട്ട് പക്ഷെ പറ്റത്തില്ല. അയ്യോ അനീഷ അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. നിങ്ങൾ നെർവസ് ആണോ അല്ല അതൊന്നും നമുക്ക് തോന്നിയില്ല. നിങ്ങൾ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ആയിരുന്നു. അനീഷിന്റെ പോർഷൻ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തത് ഞങ്ങൾക്ക് നല്ല വിശ്വാസം. അല്ല എനിക്ക് ഒരു കാര്യം പറയാൻ, ഇപ്പൊ ഈ ഒരു സ്കിറ്റിന്റെ ഇത്രയും വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ബ്രിജിത്ത് കോട്ടയാണ് ഈ പ്രാവശ്യം. അപ്പൊ നല്ല രീതിയിൽ നമ്മള് നല്ലോണം കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഇരുന്ന് വർക്ക് ചെയ്ത് ഇതുവരെ എത്തിച്ചതിൽ ഒരു പങ്ക് ബ്രിജിത്ത് കോട്ടയത്തിന്. വീണ്ടും നല്ലൊരു കൈയടി, വലിയൊരു കൈയടി. ഗംഭീരായിരുന്നു. ഇനി വേറെ സംഭവം എന്നാന്നറിയോ? ഈ 50,000 ഇപ്പൊ തന്നെ കൈയോടെ കിട്ടും ട്രാൻസ്ഫർ ചെയ്ത്. അതാണ് ഇവിടുത്തെ. അതൊന്നും തരത്തില്ല. അതൊക്കെ ഈ കരച്ചിൽ ഒതുക്കുകയാണ് ഇതിപ്പോ. ചേച്ചി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നാ പിന്നെ അനീഷ് ചേട്ടനെ കൂടി അതിനിപ്പോ ഇവര് കൊടുത്തില്ലെങ്കിൽ ആണ്ട്രാ കരയുന്നു, രണ്ടുപേരും മാറുന്നു. അപ്പൊ 50,000 ലഭിച്ചിരിക്കുകയാണ്. ഇനിയും വരണം, പൊളിക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കറിയാം സംഭവ ബഹുലമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്. മറക്കാനാവാത്തൊരു ഇവന്റുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് ചേച്ചി. പൂത്താലി മാട്രിമോണി കേട്ടോ. കമ്മിങ് സൂൺ അടക്കം സർപ്രൈസുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ കമ്മിങ് സൂണിൽ ഒട്ടിക്കാൻ പറ്റി ആരെങ്കിലും കിട്ടുമോ നോക്കുന്നു. ചേച്ചി എന്റെ കല്യാണം നടത്തിയത് ഇവരാണ്, പൂത്താലി മാട്രിമോണി. ഓ കല്യാണം അതാ ഞാൻ നോക്കണേ. നമ്മളുടെ കല്യാണത്തിന്റെ ഉണ്ടല്ലോ. അത് വെറുതെ ബ്രാൻഡിങ് ആയിട്ട് അവർ ചോദിച്ചിട്ട് വെച്ചു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എടാ ആഡാണ്, AI ആണ്. പോലും നല്ലത് കിട്ടല്ലോ. സാരമില്ല, വിട്ടേക്ക്. സ്കിറ്റ് കണ്ടാലോ നമുക്ക്? സ്കിറ്റ് കാണാം, അതായിരിക്കും ബെറ്റർ. ഒരു കാര്യം ചെയ്യാം, പെർഫോം ചെയ്യാൻ എത്തുന്നത് വിഷ്ണുപ്രിയ, ഷജീർ, അവരോടൊപ്പം തന്നെ വരുന്നു റനീഷേട്ടൻ. പുതിയൊരു ഐശ്വര്യം വരുന്നുണ്ട്. ബാക്കി എല്ലാം നമുക്ക് നേരിട്ട് കാണാം. ബാറ്ററി അതെ, അപ്പൊ ബാറ്ററി ഓൺ ആണല്ലോ. ഓൾ ദി ബെസ്റ്റ്. കാണാം. ഓൾ ദി ബെസ്റ്റ്. കിട്ടിപ്പോയി. ജാതകദോഷം, ജലദോഷം, ചൊവ്വാദോഷം, പേരുദോഷം എന്നിങ്ങനെ എന്ത് ദോഷം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി നല്ലൊരു ജീവിതം തീർക്കാൻ ഈ ക്യാപ്ഷൻ കൊള്ളാം. ഈ ക്യാപ്ഷൻ കാരണം പൂത്താലി മാട്രിമോണി. ഈ പരസ്യം ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ പൂത്താലി ഒന്ന് പുഷ്പിക്കും. പിന്നെ ഈ പൂത്താലിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആരാ? അങ്ങനെ എനിക്ക് ഇന്നലെ 15K ഫോളോവേഴ്സ് ആയേക്കാണ്. അതിന് ഞാൻ കേക്ക് മുറിച്ച് ആഘോഷ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനൊരു ആഡ് ഷൂട്ടിന് വന്നേക്കാം. ഇവിടെ എന്റെ കൂടെ അഭിനയിക്കണ ആരാന്നറിയാമോ? 10 മില്യൺ വ്യൂവേഴ്സ് ഉള്ള വിക്കി ചേട്ടനാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ സാർ, പിന്നെ പൂത്താലി മാട്രിമോണിയുടെ ഓണറും കൂടിയാണ്. അപ്പൊ കുമാരൻ സാർ ഒരു ഹായ് പറയൂ. അപ്പൊ ഗൈസ് നമുക്ക് പിന്നെ കാണാം.
ഫോണ് പോട്ടെ കുഴപ്പമില്ല. അതെ അതെ, നമ്മുടെ വിക്കി സാർ വന്നായിരുന്ന? വിക്കി സാർ വന്നിട്ടുണ്ട്. എനിക്ക് വിക്കി സാറിന്റെ കൂടെ 3-4 റീൽ ചെയ്യണം. അതിനാ ഞാൻ വന്നത്. അല്ലാണ്ട് ഈ പൂവിലും കായലൊക്കെ എന്തിരിക്കണം. വിക്കി സാറിനെ വിളിക്കാവോ? വിക്കി, പറഞ്ഞോളൂ. അയ്യോ, വിക്കി ചേട്ടൻ, വിക്കി ചേട്ടൻ. ഗേളി, അയ്യോ, എന്നറിയാ? ഗേളിയുടെ റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആവണം. മലയാളം സംസാരിക്കുമ്പോൾ ഉച്ചാരണ രീതി അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ആളെ ശ്രദ്ധിക്കണം. സാർ, അപ്പൊ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്ക് എങ്ങനെ തുടങ്ങിയേക്കാലോ? തുടങ്ങാം. നിങ്ങൾ ഓക്കെ അല്ലേ? അതായത് ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ മാലയും പിടിച്ച് എന്റെ പൂത്താലിയുടെ പാട്ടും പാടി അവിടുത്തെ 2 സൈഡിൽ നിന്ന് വരണം. ഓക്കെ. എവിടെ മാല? മാല ഇതാ, മാല പിടിച്ചോളൂ. അപ്പൊ ഈ മാലയും പിടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വരണം. പൂത്താലിയുടെ പാട്ട് പാടി വരണം. ഓക്കെ. ഓക്കെ, അപ്പൊ റിഹേഴ്സൽ വരാം. ഓക്കെ. അഴകാലിലും പൂത്താലി അലി പോലും കസവ് ചുറ്റി മൂക്കില് കുടികേറ്റി മൂക്കില് മുടി. ഓ ഗാഡ്, നിങ്ങൾ എന്ത് കാണിക്കണത്? എന്റെ കാശ് ഉണ്ടായിട്ടൊന്നുമില്ല, ഞാൻ പണിക്ക് അവിടെ ഒരു മരം ഉണ്ട്, നല്ല രസമാണ്. അങ്ങോട്ട് പോലെ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കാശ് എന്റെ അടുത്ത് അതുണ്ടല്ലേ? ലോകമെമ്പാടുമുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്നു പൂത്താലി മാട്രിമോണി. ഇതാ ഞങ്ങൾ പറയണം. അതൊന്ന് ഷെയർ ചെയ്ത് പറയണേ. ഓക്കെ, ആക്ഷൻ. ലോകമെമ്പാടുമുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒഴിപ്പിക്കുന്നു. കല്യാണം കഴിപ്പിക്കുന്നു. ശരി സർ. ലോകമെമ്പാടുമുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കല്യാണം കഴിക്കാനോ? പൂത്താലി മാമാ. അയ്യോ, ഒരു പടക്കം കത്തിച്ച ഫീല്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം ഉണ്ടായിട്ടോ, നല്ല സൂപ്പർ ആയിട്ട് ചെയ്തു. വേണ്ട, ഒരു വയലറ്റ് താരത്തിനെ സൈഡാക്കിയിട്ട് പൂത്താലി പുഷ്പിക്കണുണ്ടോ? പൂത്താലി മാട്രിമോണി. സാറേ, എന്റെ ഒരു സംശയം എന്താണെന്നറിയാമോ? ഈ ഓൺലൈൻ ഷോപ്പിംഗും അറേഞ്ച് മാരേജും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അല്ല, നമ്മൾ ഈ ഓൺലൈനിൽ ഫോട്ടോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഓർഡർ ചെയ്യും. ഇതങ്ങ് സാധനം നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോ ഈ ഫോട്ടോയിൽ കണ്ട സാധനവും കൈ കിട്ടിയ സാധനം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അറേഞ്ച് മാരേജ്. അല്ലല്ല, ഞങ്ങളുടെ പൂത്താലിയിൽ അങ്ങനല്ല. ഞങ്ങളുടെ പൂത്താലി നല്ല പ്രൊഫൈലുകൾ മാത്രമേ ചേർത്തു. അതെ, ഇവിടെ അങ്ങനെ കസ്റ്റമേഴ്സ് ഒന്നും വരാറില്ലാതുകൊണ്ട് ഈ സെലിബ്രിറ്റികളുടെ കല്യാണമൊക്കെ ഇവിടെയാണ് നടത്തിയത്. അതൊക്കെ അവരൊക്കെ ഓടിച്ചു നടത്തി കൊടുത്തത് ഞങ്ങളാണ്. ഈ ശ്രീവിദ്യയുടെ കല്യാണം നിങ്ങളാണ് നടത്തിയത്? അയ്യോ, ശ്രീവിദ്യയുടെ കല്യാണത്തിൽ ഡാൻസ് കളിക്കുക ഞങ്ങളാണ്. അതിന്റെ ബാലൻസ് കുറച്ച് കാശ് തരാൻ അതും ചോദിച്ചോണ്ട് ഞാൻ ആ മണവളച്ചക്കനെ വിളിച്ച് അപ്പൊ തുടങ്ങിയ ചെക്കൻ ഒരു കഥ. ഞാനും ചിന്നുവും കൂടി തിരുവനന്തപുരം പോകുന്ന വഴി കടയിൽ നിന്ന് മുന്നക്കാ മേടിച്ചു കഴിച്ചു. ഞങ്ങളുടെ കയ്യിൽ കാശില്ല, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പൈസ വിളിച്ചിട്ടുണ്ടായി. അപ്പോഴും എന്നെ പറഞ്ഞു, ഞാൻ ചിന്നും കൂടി പാലക്കാട് പോയിട്ട് അപ്പോഴും കുറച്ച് ഉന്നക്ക കഴിച്ചു. മറ്റേ ഡയലോഗ് പറഞ്ഞില്ലേ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഇതിനും മാത്രം ഉന്നക്ക കൊച്ചിലെ എവിടെ ചോദിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഈ ഷെഡ്യൂൾ വന്നിട്ടില്ല. അറിയോ പുഷ്പിക്കണ കണ്ടപ്പോൾ എനിക്ക് അറിയണ്ട. നീ എന്താ അവളെ അടുത്ത് പറഞ്ഞത്? നീ എന്താ അവളെ അടുത്ത് പറഞ്ഞത്? അല്ല, എന്നോട് കുട്ടിക്കാരെയൊന്ന് ചോദിച്ചു. അറിയണമെന്നല്ലേ ഞാൻ ചോദിച്ചു. കുട്ടിക്ക് അറിയാമോ എന്നറിയാം. അങ്ങനെയാണ് പറഞ്ഞ വെറുതെ കൈന്നിട്ട്. അതെ, ഇത് നമ്മുടെ ഹെഡ് ഓഫീസാണ്. എനിക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അങ്ങ് ബാംഗ്ലൂര്, മൈസൂര്, ഊട്ടി, കൊടൈക്കനാൽ, സൗദി അറേബ്യ. മരപ്പട്ടി നീ എവിടേക്കാണ് കേറി പോകുന്നത്? നീ താഴെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് അങ്ങ് പറഞ്ഞ് കേറി പോലെ എന്റെ കയ്യിലെങ്ങാനും കിട്ടല്ലോ. സ്വഭാവം അറിയാൻ പാടില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളട്ടാ. അങ്ങനെ നിലത്ത് താഴെ വാങ്ങി അല്ലാണ്ട് എന്നെ കൂടി പറയിപ്പിക്കരുത് കേട്ടോ നീ. അതെ, ആ വിളിച്ച മരപ്പെട്ടി തന്നെയാണ്. മരപ്പെട്ടിനെ വിളിച്ചത് എനിക്ക് എന്നെ എന്തോ കുത്തി പറയുന്ന ഒരു ഫീൽ. അവിടെ ഇവിടെ കിടക്കുന്ന പെണ്ണും ഇവിടെ കിടക്കുന്ന ചെക്കനും തമ്മിൽ ഒന്നിക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ സാധിക്കണ? സിമ്പിൾ അല്ലേ? ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വാരിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അവന്റെ പെണ്ണ് ഏതാണ്. ഞാൻ അവനെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുക്കും. എക്സ്റേ നോക്കി എന്നെ വായിച്ചെടുക്കും. എന്നിട്ട് അവരുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കെട്ടിച്ചു കൊടുക്കും. അങ്ങനെ എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാത്ത എത്ര കാര്യങ്ങൾ എന്താണ്? ഈ വാരിയലിനെ വെച്ച് പാട്ട് വരുന്നുണ്ട്, കേട്ടിട്ടില്ലേ? വാരിയല്ലിൻ ഗോപുരം. അങ്ങനെ എടുത്തില്ലേ? ചുമ്മാതല്ല, ഞാൻ പോയിട്ട് ഈ റീൽസിൽ ഈ പാട്ട് പാടിയപ്പോഴല്ലോ എന്തോ ആൾക്കാരുടെ താത്താന്ന് വിളിച്ചെന്ന് അറിയുമോ? തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചെന്ന്. നമ്മൾ ഈ പരസ്യം 2 ഭാഷകളിലാണ് നടക്കുന്നത്. അത് തമിഴിലും മലയാളത്തിലുമാണ്. രണ്ടിലും ഒരേ ഡയലോഗ് തന്നെയാണ് പറയുന്നത്. ഡയലോഗ് എന്താണ്? ഡയലോഗ് പറയൂ. എനിക്ക് തമിഴ് ഭയങ്കര വിഷമാണ്. കേട്ടോ, ഡയലോഗ് കേട്ടോ. പ്രിയേ, നിന്റെ മുടിയാണ് എന്നെ ആകർഷിച്ചത്. ആ മുടിയിൽ ഞാൻ തലോടുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ മുടി കാണുമ്പോൾ ഞാൻ കോരിത്തരിക്കുന്നു. അല്ല ചേട്ടാ, ഇതൊക്കെ തമിഴിൽ പറയണ്ടേ? തമിഴിൽ പറയണ്ട. തമിഴ് മുടി
എടാ വടകെ നിനക്ക് കേരളത്തിൽ കിടന്ന് തിരുമണം ചെയ്താ പോരെ? ഞങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ട് തിരുമണം ചെയ്യണാണ്. ഇവ വന്നപ്പോ മുതൽ എനിക്ക് ഞാൻ റീൽ ചെയ്താലും ജീവിക്കണം. നിന്റെ ഒരു ചെലവ് എനിക്ക് വേണ്ട. അതെ ഒരു മിനിറ്റ് വന്നേ. എന്താ കാര്യം? അതെ ആ കുട്ടീനോട് കാര്യം പറയോ? എന്ത് കാര്യം? എനിക്ക് പേടിയായിട്ടാണ്. അല്ല വന്നപ്പോല് ഭയങ്കര ഒലിപ്പീരായിരുന്നല്ലോ. അതാ തിരുമല്ലി പോയി. ഞാൻ എന്താണ് പറയേണ്ടത്? അല്ല നീ പറഞ്ഞു നന്നായിട്ട് ഡയലോഗ് ഒന്ന് പറയാമെന്ന് പറയാം, എന്നാലേ എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ. ആണല്ലേ? അതൊന്ന് പറയണേ. അയ്യോ വൈറൽ താരം വന്നപ്പോ നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തില്ല, ശരിയാക്കി തരണ. അതെ അയാള് പറയാനേ, നീ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ നിന്നെ തീർക്കും. നിന്നെടാ ഞാൻ നോക്കി നടന്നത്. ഡയറക്ടറെ ഞാൻ ഡയറക്ടറല്ല, ഞാൻ അഭിനയിക്കാൻ വന്നാണ്. അഭിനയിക്കാൻ വന്നവൻ അയ്യോ എന്റെ വിക്ക്, എന്റെ വിക്ക്. അതെ ആളുകൾ പറഞ്ഞ ശരിയാ കേട്ടാ. എന്താണ്? ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട. ശരിയാ ശരിയാ. അതെ അതെ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് കിടക്കല്ലേ, ആൾക്കാർ വിചാരിക്കേ ഡബിൾ ബുൾസേ അടിച്ചു വെച്ചാ. എവിടെ എന്റെ വിക്ക്? എവിടെ എന്റെ വിക്ക്? എടോ എടോ താൻ എന്ത് വൃത്തിയോടെ കാണിച്ചത്? നീ എന്ത് വൃത്തിയായി കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചെന്നാണ്? തലയിൽ ചവിട്ടി എടുത്ത് വെച്ചാണ്. ചവിട്ടിയാ? എന്റെ വിക്കത്തിയാടാ. എന്റെ വിഗതയെ കാക്ക കൊണ്ടുപോകും. അയ്യോ കാക്കേ, എന്റെ വിഗും കൊണ്ട് പോവല്ലേ കാക്കേ. അയ്യോ കാക്കേ പോകല്ലേ, വിഗും കൊണ്ട് പോകല്ലേ. എന്റെ പൂത്താലിയുടെ പരസ്യം. കാക്കപ്പോ അല്ല പാക്കപ്പ്. പൊളി 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 പൊളി. നല്ലൊരു എന്താ പറയുക കണ്ടന്റ് ആയിരുന്നു. ഒരുപാട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഇവിടെ എടുത്തത്. ശ്വേചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റും കാര്യങ്ങളും? ഓ സൂപ്പർ. ഇവരൊക്കെ നമ്മളെല്ലാരും ഫാൻസ് ആണല്ലോ, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അതിലൊരു നമ്മൾ പറയില്ലേ ഒരു പുതിയൊരു കണ്ടന്റ് റനീഷ് നല്ല നല്ല രനീഷ് നല്ല തുടക്കം, നന്നായിട്ട് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആൻഡ് നല്ല എനർജി. പിന്നെ ഇവർ രണ്ടുപേരിനെ പറ്റി ഒന്നും പറയാനില്ല, രണ്ടുപേരും പുലികളാ അല്ലേ നമ്മൾ രണ്ടുപേരും. ഓൾ ദ ബെസ്റ്റ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സൂപ്പർ. ഓൾറൈറ്റ്, നമുക്കിനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ള നോക്കിയാലോ. ബാ നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 40,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. 40,000 rupees ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഹാപ്പി ആയില്ലേ? തിരിച്ചു വരുമ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കണ്ണൂരുകാര് ട്രിവാൻഡ്രംകാരോട് ട്രിവാൻഡ്രത്തിനെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവരത് ചോദിക്കാൻ പോവാണ്. ട്രിവാൻഡ്രം ഗൈസ്, കണ്ണൂരിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു ജനറൽ നോളജും ആവും, എന്നാൽ ഒരു 1-on-1 ഒരു ക്വിസ് ഗെയിമും ആയിട്ട് പോകും. എന്ത് പറയുന്നു? കണ്ണൂരെ കുറിച്ചുകൊണ്ട് ചോദിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, കണ്ണൂരുകാരെ റെഡി ആണെങ്കിൽ ട്രിവാൻഡ്രംകാരോട് ചോദിച്ചോളൂ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണേ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് പറയാവോ? തിരുവനന്തപുരത്ത് പൊന്മുടി അല്ല, അഗസ്ത്യാർകൂടം അല്ലേ? കറക്റ്റ് ആണോ? സൂപ്പർ. ഞാൻ ചോദിക്കാം. കണ്ണൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാ? കണ്ണൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? കണ്ണൂരിൽ അങ്ങനെ ഒരു സംഭവം നടന്നില്ലേ? കേളപ്പൻ. അതെ, കെ കേളപ്പന് വേറൊരു പേരൂടെ ഉണ്ട്, കേരള ഗാന്ധി എന്നുള്ള പേരൂടെ ഉണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ജന്മസ്ഥലം? സ്വദേശ എനിക്കറിയാം, നെയ്യാറ്റിങ്കര ആണോ? ഞാൻ അവിടെ പഠിച്ചത്. അവിടെ സ്വദേശാഭിമാനി ഹാൾ എന്ന് പറഞ്ഞൊരു ഹാളുണ്ട്. അവിടെ പണ്ട് യൂണിയൻ പ്രവർത്തനമായിട്ട് നടക്കുമ്പോൾ ഒരുപാട് പരിപാടിക്ക് പങ്കെടുത്തിട്ടുള്ളത് ഞാൻ. നോട്ട് ബാഡ്. ട്രിവാൻഡ്രം വേഴ്സസ് കണ്ണൂർ ഭയങ്കര ടൈറ്റ് ആയിട്ടോ കോമ്പറ്റീഷൻ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അഖിലിന്റെ കയ്യിൽ അടുത്ത ചോദ്യം ഉണ്ടോ ചോദിക്കാൻ? ഞാൻ ചോദിക്കട്ടെ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ഒരു കണ്ണൂരുകാരനാണ്. അദ്ദേഹം ഒരു പത്മശ്രീ ജേതാവാണ്. അറിയോ? മുരളി ചിരോത്ത്. അദ്ദേഹം അല്ല. അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ വാദ്യകലയാണ്. ചെണ്ട. മട്ടന്നൂർ ശങ്കരൻകുട്ടി. അടിപൊളി. എനിക്ക് ആകെ അറിയുന്ന ഇത്രയും ചോദ്യം ഒറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഓൺലി തലശ്ശേരി ബിരിയാണി. അതായത് ഞാനൊന്ന് പറയണമല്ലോ,
കണ്ണൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഉന്നക്കായാണ്. അതെ. അതുപോലെ തന്നെ നിങ്ങളുടെ ചില ഹോട്ടൽസ് ഉണ്ട്, അവിടുത്തെ നല്ല മീൽസ്, അതും ഫിഷ് കൂട്ടി പുലരി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, അവിടുത്തെ മീൽസും കിടിലമാണ്. പക്ഷേ ട്രിവാൻഡ്രത്തെ ചിക്കൻ ഫ്രൈയും തട്ടുകടയും അത് വേറെ വൈബാണ്. ഓ, ഇത് പറഞ്ഞപ്പോ അങ്ങ് വിശക്കുന്നു. എന്ത് ചെയ്യും, നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്തിട്ട് നല്ല ഫുഡ് അടിക്കാൻ പോയാലോ? പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ട്രിവാൻഡ്രംകാരും കിടിലാണ്, കണ്ണൂരുകാരും കിടിലാണ്, കേരളം മൊത്തം പൊളിയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ബിഫോർ ദാറ്റ് ഇത്രയും ഫുഡിന്റെ ഒക്കെ കാര്യം ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ നേരെ പോയി കഴിക്കാൻ പോവാണ്. അടുത്ത എപ്പിസോഡ് കാണാം. അതിലേക്കും ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.